അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ വളരെ ലാഘവത്തോടുകൂടെ കാണുന്ന കാലമാണിത്. ലാഘവത്തോടുകൂടെ ഇസ്ലാം അനുവദിച്ച ചികിത്സകൾ എന്തൊക്കെയാണ്, ഇസ്ലാം അനുവദിക്കുന്നത് എന്താണ്, ഏതൊക്കെയാണ് സിഹറായി മാറുന്നത്, ഏതെല്ലാം തൊൽസമാത്തുകളിൽ സിഹർ വരുന്നുണ്ട്, ഏതെല്ലാം അസ്മാഇന്റെ പേര് പറഞ്ഞ് സിഹർ നടക്കുന്നുണ്ട്. സിഹറും ഹലാലും ഹറാമും പഠിക്കാതെ ഏതാണ് അനുവദിക്കപ്പെട്ടത്, ഏതാണ് ചെയ്യാൻ പാടില്ലാത്തത്, ഏത് വരകളാണ് നമുക്ക് പാടുള്ളത്, ഏതാണ് പാടില്ലാത്തത്, ഇത് പഠിക്കാതെ കിട്ടുന്ന പുസ്തകം വായിച്ച് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണേ, നിങ്ങൾ ചെയ്യുന്ന പണികൾ സിഹറിന്റെ കോലങ്ങളിലുണ്ട്. അക്ബറുൽ കബായിരി, വൻ പാപങ്ങളിൽ വൻ പാപമാണ് മാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിഹറുകൾ എമ്പാടും നടക്കുന്ന കാലമാണിത്. എല്ലായിടത്തുണ്ട്. വൈറ്റ് ഹൗസിൽ വരെ സിഹർ നടന്നതിന്റെ വീഡിയോ കാണാൻ പറ്റും. നമ്മുടെ അറൈവൽസ് നോക്കിയാൽ വൈറ്റ് ഹൗസിന്റെ ഉള്ളിലെ ജൂതന്മാര് സിഹർ ചെയ്തിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ നടക്കണില്ല ഇതൊക്കെ, മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കാൻ അതും ഇതും കൊണ്ടേ കുഴിച്ചിടുന്നത്. എന്തിനാ നിസ്കരിക്കുന്നത്, എന്തിനാ ഹജ്ജിന് പോണത്, എന്തിനാ പിന്നെ ഉംറ, ആർക്കാ അവരെ നോമ്പ് വേണ്ടത്? മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കാൻ സിഹർ ചെയ്യുന്നവർ. وما أنزل على الملكين ببابل هاروت وماروت. അല്ലാഹു തആല രണ്ട് മാലാഖമാരെ എന്താണ് സിഹർ, എന്താണ് മുഅ്ജിസത്ത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഇന്നത്തെ ഇറാഖിലെ ബാബിലോണിയയിലേക്ക് പറഞ്ഞയച്ച ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. അന്നത്തെ ആളുകൾ അമ്പിയാക്കന്മാർ മുഅ്ജിസത്തുമായി വന്നാൽ പറയും സിഹറാണ്. അപ്പൊ എന്താണ് സിഹർ, എന്താണ് സിഹർ അല്ലാത്തത്, ഇത് പഠിപ്പിക്കാൻ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന രണ്ടുപേരെ ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കിയ ചരിത്രമാണ്. അതൊക്കെ ഉസ്താദുമാർക്ക് പറഞ്ഞുതരും. ഹറാമിൽ ഹറാമാണത്. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കിക്കോളി. ചെയ്തവര് അല്ലാഹുവോട് തൗബ ചെയ്ത് മടങ്ങിക്കോളി. മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുന്നവർ, ഒരു മനുഷ്യൻ വീടെടുക്കുമ്പോഴേക്കും അസൂയ, ഒരാളുടെ ഉയർച്ചയിൽ അസൂയ, ഒരാൾക്ക് കച്ചവടത്തിൽ ബിസിനസ് അപ്പോഴേക്കും അസൂയ. ഇങ്ങനെ അസൂയ കൊണ്ട് കിട്ടുന്ന അമ്പലത്തിലും പൂജാരിന്റെ അടുത്തും പോയി സിഹർ ചെയ്യുന്ന ഏർപ്പാടുകൾ ഈമാൻ ഉയർത്തപ്പെടും. ഈമാൻ നഷ്ടപ്പെട്ടു പോയേക്കും. അക്ബറുൽ കബായിർ, വൻ പാപങ്ങളിൽപ്പെട്ട വൻ പാപമാണെന്നാണ്. ബുദ്ധിമുട്ടിക്കാനും പറ്റും, അല്ലാത്തതിനും പറ്റും. അങ്ങനെയാ. വളരെ അകൽച്ചയിൽ കഴിയുന്ന രണ്ടാളുകളെ അടുപ്പിക്കാനും അടിപ്പിക്കാനും പറ്റും സിഹർ കൊണ്ട്. ചെയ്യാൻ പാടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പച്ച സിഹറൊക്കെ ചെയ്തിട്ടേ കറാമത്താന്ന് പറയണവരുണ്ട്. പച്ച സിഹർ ചെയ്യുക, എന്നിട്ട് പറയാ കറാമത്ത് നടന്നതാണ്. പച്ച സിഹർ മാരണം ചെയ്യ, എന്നിട്ട് പറയാ ഇത് മറ്റേ ആളുടെ കറാമത്ത. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. മനുഷ്യന്മാർക്ക് ദീനൊന്നും ഇല്ലേ? ഇവിടെ ജയിച്ചു പോയാൽ മതിയോ? ഇവിടെ ആരെയൊക്കെയോ തകർത്താൽ മതിയോ? ആരോടൊക്കെയോ ജയിച്ചടക്കിയാൽ മതിയോ? അള്ളാഹുവിന്റെ ശരീഅത്ത് ഇവിടെ വേണ്ടേ? ശരീഅത്തിന്റെ നിയമങ്ങൾ ഇവിടെ ഇല്ലേ? അഷ്റഫുൽ ഖൽഖിന് പോലും സിഹർ സംഭവിച്ചിട്ടുണ്ട്. മഹാനായ അല്ലാമ ഇബ്നു കസീർ തങ്ങൾ, അല്ലാമ ഖുർത്തുബി തങ്ങൾ, മഹാന്മാരായ റാസിമ അടക്കമുള്ള മുഫസ്സിരീങ്ങൾ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും വ്യാഖ്യാനിക്കുമ്പോൾ കാണാൻ കഴിയും. അത് ദഈഫ എന്ന് പറയുന്നത് തള്ളാൻ പറ്റില്ല. കുറച്ചാളുകൾ അങ്ങനെ പറഞ്ഞു, റസൂലുള്ളാഹിക്ക് സിഹററ്റ് അത് നടക്കാൻ പാടില്ല. എന്താ ഈ പറയുന്നത്? നടക്കാൻ പാടില്ല. ഹദീസിലുള്ള വിഷയങ്ങൾ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഹദീസിലുള്ള വിഷയങ്ങളെ നിഷേധിക്കാൻ പറ്റുമോ? ചില ആളുകളെങ്കിലും പറഞ്ഞു നടക്കൂല, നടക്കില്ല എന്ന് പറയരുത്. ഹദീസ് സ്വഹീഹാണോ അല്ലയോ എന്ന് പറയും. അല്ലാഹുവിന്റെ റസൂലിന്റെ ദഅവത്തിന് കുഴപ്പം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഹബീബിൽ മുഖില്ലായ തങ്ങളുടെ ബുദ്ധിയെ ബാധിക്കുന്ന പ്രയാസം തങ്ങൾക്കുണ്ടായിട്ടില്ല. പക്ഷേ ഈ ദുനിയാവിൽ അങ്ങനെ ഒരു സിഹറിന്റെ പ്രയാസം ഒരാൾക്കുണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് പഠിപ്പിക്കാൻ അഷ്റഫുൽ ഖൽഖിന് അല്ലാഹു തആല 6 മാസത്തേക്ക് ഈ ഒരു പരീക്ഷണം കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സിഹറിൽ നിന്ന് മോചനം കിട്ടാനാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഇറങ്ങിയത്. സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. അല്ലാഹു സിഹറിന്റെ ഏർപ്പാടുകൾ അറിയാതെ ചെയ്തു പോയവർ, അറിഞ്ഞു ചെയ്തവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഈ പരിസര പ്രദേശങ്ങളിൽ അത്തരം ഏർപ്പാടുകൾ ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. അല്ലാഹുവർക്കൊക്കെ സൽബുദ്ധി കൊടുക്കട്ടെ, നല്ല ബോധം കൊടുക്കട്ടെ. അതിൽ തലപ്പാവ് ധരിച്ചവരും ധരിക്കാത്തവരുമുണ്ട്. എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് അക്ബറുൽ കബായിറ. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഏർപ്പാടുകൾ.
പിശാചിന്റെ സഹായം കൊണ്ടാ ചെയ്യാ. വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുമതി കിട്ടാതെ ഒരാൾക്കും ഒന്നിനെയും ഉപദ്രവിക്കാൻ പറ്റില്ല. പക്ഷേ സിഹ്ർ കൊണ്ട് ഉപദ്രവം സംഭവിക്കാൻ അല്ലാഹുവിന്റെ തീരുമാനമുണ്ട്. അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവും. അത് നീക്കിക്കളയണമെങ്കിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളായ ആലിമീങ്ങളെ സമീപിക്കണം. ആലിമീങ്ങളെ സമീപിക്കണം. തഖ്വയുള്ള ആലിമീങ്ങളെ. എല്ലാരും പറ്റൂല. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ, ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവരെ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളെ സമീപിച്ച് ഖുർആൻ കൊണ്ട് ചികിത്സിക്കണം. അമ്പലത്തിൽ പോകാനല്ല പറയേണ്ടത്. ഇന്ന അമ്പലത്തിൽ പോയിട്ട് കൊടുക്ക് കാണിക്കാം. പച്ച ഹറാമ് ചെയ്യിപ്പിക്കുന്ന ആളുകൾ, ഒരു ബുദ്ധിമുട്ട് വന്ന ഹറാമ് ചെയ്യിക്കാൻ പറഞ്ഞേക്കാം. ആ അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്ക്, അവിടെ കാണിക്ക വെക്ക്, അവിടെ സർപ്പത്തിന് ഈ ഇങ്ങനെ പറയുന്ന ആളുകളെ സമീപിക്കരുത് കേട്ടോ. ഷിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോവുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് ഇതിന് ചികിത്സയുണ്ട്. ആയത്തുൽ കുർസി ഓതിയിട്ടും സൂറത്തുൽ ബഖറ ഓതിയിട്ടും അതിന് ചികിത്സയുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതി ചികിത്സയുണ്ട്. ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുദീക മിൻ ഹാസിദിൻ വഐനിൻ അല്ലാഹു യസ്ഫീക് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മന്ത്രിച്ചൂതി കൊടുത്തിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം പ്രയാസങ്ങൾ വരുത്തുന്ന ആളുകൾ മനസ്സിലാക്കുക, അല്ലാഹു വെറുതെ വിടില്ല. അല്ലാഹുവിന്റെ കോടതിയിൽ ഇതൊക്കെ എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ശുദ്ധ ഖുർആൻ അതാണ് സൂചിപ്പിക്കുന്നത്. വമിൻ ശർരിൻ നഫാസാതി ഫിൽ ഉഖദി. കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങളിൽ നിന്ന്. പെണ്ണുങ്ങളാണ് ഈ പണി ചെയ്യുന്നവർ. അമ്പലത്തിലേക്ക് പോകുന്നവർ, പൂജാരിയെ കാണാൻ വേണ്ടി പോകുന്നവർ. ഹറാമാണ് പെണ്ണുങ്ങളെ, ആണുങ്ങളെ ഹറാമാണ്. ചികിത്സ തേടി ഏതെങ്കിലും ഒരു മതവിശ്വാസിയുടെ മത ആചാരം ഉപയോഗിച്ച് ചികിത്സിച്ചാൽ അത് ഹറാമാണ്, കുറ്റകരമാണ്. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കേസുകളാണത്. അമുസ്ലിമായ ഒരു ഡോക്ടറുടെ മരുന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം, പക്ഷേ അമുസ്ലിമായ ഒരു പൂജാരി ചെയ്യുന്ന ചികിത്സ നിങ്ങൾക്ക് പാടുള്ളതല്ല, ഹറാമാണ്.